ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ചുരുക്ക മസാലക്കറിയാണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഇത് ചപ്പാത്തിക്കൊപ്പവും ചോറിനൊപ്പവും സെർവ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. ഞാനിവിടെ ഒരു ചുരുക്ക എടുത്തിട്ടുണ്ട്. മസാലക്കറി ഉണ്ടാക്കാൻ ഇത്രയൊന്നും വേണ്ട, ചെറിയൊരു ഭാഗം മതിയാകും. ആ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചുരക്കയുടെ തൊലിയും കുരുവുള്ള വശവും കളഞ്ഞ് സമചതുരത്തിൽ കട്ട് ചെയ്ത് കഴുകിയെടുത്തു വരാം. ഇനി നമുക്ക് മസാലക്കറി ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം കുക്കറിലാണ് ചേരുവകൾ വേവിച്ചെടുക്കുന്നത്. കുക്കർ ചൂടായി വരുമ്പോൾ പാകത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച 2 പച്ചമുളകും 15 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്തിളക്കാം. ഈ ചേരുവകളുടെ പച്ചമണം ഒന്ന് മാറി വരട്ടെ. പിന്നെ അധികം മുരിഞ്ഞു പോകാതെയും നോക്കണം. അങ്ങനെ ചേരുവകളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു വലിയ സബോള ചേർത്ത് വഴറ്റി കൊടുക്കാം. പിന്നെ സബോള അധികം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് വാടി വന്നാലും മതി. ഇപ്പോൾ സബോള വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച് 2 ഉരുളൻകിഴങ്ങ്, ഒരു ക്യാരറ്റ്, പിന്നെ ചുരുക്കയും ചേർത്ത് ഇളക്കി കൊടുക്കാം. പച്ചക്കറികൾ ചേർത്തിളക്കിയതിന് ശേഷം ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തിളക്കി കൊടുക്കാം. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിളക്കി കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 വിസിൽ വരെ വേവിച്ചെടുക്കണം. ഇപ്പോൾ 2 വിസിലും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കുക്കറിൻ്റെ പ്രഷർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കുക്കറിലെ പ്രഷർ പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം. അങ്ങനെ പച്ചക്കറികളെല്ലാം പാകമായി വന്നിട്ടുണ്ട്. പച്ചക്കറികൾ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല, കറക്റ്റ് പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കടായി ചൂടായി വരുമ്പോൾ പാകത്തിന് വെളിച്ചെണ്ണയും ചേർക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 3 വറ്റൽമുളകും ചേർത്തിളക്കാം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും അരിഞ്ഞു വെച്ച 10 ചുവന്നുള്ളിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. അങ്ങനെ ചുവന്നുള്ളി വഴന്നു വന്നിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച് 2 തക്കാളിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് തന്നെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇത് വശങ്ങളിലേക്ക് നീക്കി വെച്ചതിന് ശേഷം മസാലകൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 നുള്ളു മഞ്ഞൾപ്പൊടി. ഈ ചേരുവകളെല്ലാം ചേർത്തിളക്കി കൊടുക്കാം. പിന്നെ മസാലകളൊന്നും കരിഞ്ഞു പോകാതെ നോക്കണം. ഇപ്പോൾ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ചേരുവകളും കൂടി യോജിപ്പിച്ചെടുക്കാം. ശേഷം ഇതിലേക്ക് നേരത്തെ വേവിച്ചെടുത്ത പച്ചക്കറി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ കുക്കറിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ചുറ്റിച്ചെടുത്തും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നും തിളച്ചു വരട്ടെ. പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് കറക്റ്റാക്കി കൊടുക്കണം. ശേഷം ചെറിയ തിള വരുമ്പോൾ മൂടി വെച്ച് 1 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ച് പാകം ചെയ്തെടുക്കാം. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ മസാല ഗ്രേവിയായി വന്നിട്ടുണ്ട്. അങ്ങനെ ചുരക്ക മസാലക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.